കടനാട് സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബാങ്കിന്റെ കൊല്ലപ്പള്ളി ഹെഡ് ഓഫീസിന് മുമ്പിൽ പട്ടിണി സമരം നടത്തി. കടനാട് ബാങ്കിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും നിക്ഷേപകരുടെ ആശങ്ക പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പട്ടിണി സമരം. കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാർട്ടിൻ കോലടി സമരം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ വീടുകളിൽ അശാന്തി ഉണ്ടെങ്കിൽ അത് ദൈവം ഇടപെട്ട് ശാന്തമായി തീർക്കട്ടെ. നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിൽ നാടിന്റെ വികസനത്തിൽ വലിയ സംഭാവന നൽകുന്ന ഒരു സ്ഥാപനമാണ് സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകൾ വഴി ഒത്തിരി സ്ഥാപനങ്ങൾ, ഒത്തിരി വീടുകൾ, ഒത്തിരി വിദ്യാഭ്യാസ മേഖലകൾ, ഒത്തിരി നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സഹകരണ ബാങ്കുകളുടെ അടിസ്ഥാനം പോലും ഗ്രാമവികസനമായിരുന്നു. സഹകരണ ബാങ്കുകളിൽ പണ്ട് വളക്കടകൾ ഉണ്ടായിരുന്നു. സഹകരണ ബാങ്കിൽ നീതിയും മെഡിക്കൽ സ്റ്റോറുകൾ വരുന്നു. സഹകരണ ബാങ്കുകൾ സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ ഭക്ഷ്യസാധനം കൊടുക്കുവാൻ പലവ്യഞ്ജന കടകൾ ഉണ്ടാകുന്നു. ചില ബാങ്കുകൾ വാണിജ്യത്തിൽ ഏർപ്പെടുന്നു. ഇതൊക്കെ സാധാരണക്കാരൻ നീതിപരമായ രീതിയിൽ താങ്ങാനാവുന്ന രീതിയിൽ പണത്തെ ക്രയം ചെയ്യുവാനും അവന്റെ പരിമിതികൾ അവന്റെ ജീവിതത്തെ കൂടുതൽ സൗഭാഗ്യപൂർണ്ണമാക്കാനുമായിരുന്നു. അതുപോലെ നിയമവ്യവസ്ഥയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഒറ്റുകാരിയെ കൂട്ടത്തിൽ ഞോഞ്ഞു കയറി മുന്നണി പോരാളിയായിട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഐ ഡോണ്ട് നോ. അങ്ങനെയുള്ള ഒരു വേദിയിൽ സംശയത്തോട് മാത്രമേ നമുക്ക് പലരെയും കാണാൻ പറ്റുകയുള്ളൂ. കടനാട് ബാങ്കിന്റെ സമരസമിതിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പൊതുവെ പല സ്ഥലങ്ങളിലും കണ്ട കാര്യം ആവർത്തിക്കുന്നതേ ഉള്ളൂ. ബാങ്കിൽ നടന്ന ക്രമക്കേട് ED അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നിക്ഷേപക കൂട്ടായ്മ പ്രസിഡന്റ് NN ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജോയ്സ് പുതിയമഠം, മനോജ് കല്ലാനിക്ക വയലിൽ, ജോൺ പുതിയമഠം, തോമസ് കച്ചറയിൽ, കുര്യാക്കോസ് എരിമംഗലം, മുരളി നീലൂർ, റോജൻ നെല്ലിത്താനം, മാത്യു കണ്ണോളിൽ, മാത്യു അബ്രാഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു.